ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കിയാലോ. വാട്ടർമെലൺ ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് ഒരു വ്യത്യസ്തമായ രുചിയിലാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് വാട്ടർമെലൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതിൽ പുതിനയിലയോ നാരങ്ങ നീരൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർമെലൺ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം 2 കപ്പുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുതിനയിലയാണ്. ഞാനിപ്പോൾ ഒരു 5 പുതിനയില ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം 2 നുള്ള് കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വലിയ അരിപ്പയിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് തണ്ണിമത്തൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.